തനിക്ക് കീഴിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ കഴുത്തിൽ ചങ്ങല കെട്ടി വലിക്കുന്ന മേലധികാരികളുടെ കാലത്ത് ഈ ഒരു മനുഷ്യൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. പറഞ്ഞു വന്നത് അജ്മൽ സാറിനെ കുറിച്ചാണ്. യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന സെലിബ്രിറ്റി എഡ്യൂക്കേറ്ററെ കുറിച്ചേ അല്ല, മറിച്ച് അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്ത 2.5 മാസക്കാലം ഞാൻ അനുഭവിച്ച ബോസ് എന്നുള്ള ഏറ്റവും മനോഹരമായൊരു കഥയെക്കുറിച്ചാണ്. XNYയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അവിടെ CEO അജ്മൽ സാർ ആണല്ലോ എന്നുള്ളത് തന്നെയായിരുന്നു. ഒരേ സമയം അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. എന്നാൽ അതേ സമയം മറ്റൊരു വശത്ത് അദ്ദേഹത്തെ ഒരു CEO എന്നുള്ള രൂപത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനെ പല വിധത്തിലുള്ള ടെൻഷനും ഉണ്ടായിരുന്നു. അവിടെ ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ CEO ക്യാബിൻ്റെ മുന്നിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കും, പഠിച്ചവൻ എത്ര വലിയൊരു സെലിബ്രിറ്റിയാണ് ഉള്ളിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയിരുന്നു എനിക്ക് ആ സമയത്ത്. പലപ്പോഴും ഞാൻ പുറത്തൊക്കെ പോയിട്ട് കയറി വരുമ്പം ലേറ്റ് ആവുന്ന സമയത്തൊക്കെ എനിക്ക് ആ ക്യാബിൻ്റെ മുന്നിലൂടെ പോകാനൊരു വല്ലാത്തൊരു ഇടങ്ങറായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അജ്മൽ സാർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞ കുറേ കഥകളുണ്ട് മുന്നിൽ. അതിൽ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കൽ സാർ എന്നൊരു വർക്ക് ഏൽപ്പിച്ചു. അപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ അതിൻ്റെ മുമ്പ് തന്നെ കുറേ സജഷൻസൊക്കെ സാറിനോട് അങ്ങോട്ട് പറഞ്ഞ് ഈ ബുക്കിലെ കുറേ കോണ്ടൻറ്റ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഈ ഒരു ബുക്കിൻ്റെ വായന നമ്മൾ കാര്യമായിട്ട് എടുത്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ട് ലാസ്റ്റ് നമുക്കൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാന്നുള്ള രൂപത്തിലെത്തി. ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ പാർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ബുക്ക്, സാറ് പറഞ്ഞ ബുക്കും ഞാൻ വായിച്ച ബുക്കും രണ്ടും രണ്ടാണെന്നുള്ളത്. കാരണം എൻ്റെ അടുത്ത് ഞാൻ ഈ ബുക്കിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ടൈമിൽ, അല്ലെങ്കിൽ ഞാനിത് ആമസോണിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി സെർച്ച് ചെയ്ത ടൈമിൽ ഈ ബുക്കിൻ്റെ പേരിൽ ചെറിയൊരു പാട്ട് ഞാൻ വിട്ടുപോയിരുന്നു, ഒരു പേരിലൊരു പാട്ട് ഞാൻ വിട്ടുപോയിരുന്നു. അത് ആ സമയത്താണ് എനിക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത്. ഞാനത് സ്റ്റക്കായിപ്പോയി, ഭയങ്കര ബ്ലാങ്കായിപ്പോയി, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. വല്ലാതെ എന്താ പറയുക, ഒരു സങ്കടം വരാൻ തുടങ്ങി. കാരണം ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനൊരു സംഭവം, സാർ എങ്ങനെയായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുക ഒന്നും അറിയില്ല. എനിക്ക് എന്താ പറയുക, അജ്മൽ സാറിനോട് എങ്ങനെ ഞാനിത് പറയുമെന്നുള്ള ഒരു വല്ലാത്തൊരു ടെൻഷൻ അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 2 കൽപ്പിച്ച് ഞാൻ ലാസ്റ്റ് സാറിൻ്റെ അടുത്ത് പോയി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ എന്തെങ്കിലുമൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ള രൂപത്തിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എനിക്കൊന്നും തിരിച്ചു പറയാനുള്ള വോയിസ് അവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണേനും. പക്ഷെ സാറ് അതിനെ വളരെ കൂളായിട്ട് എടുത്തിട്ട് സാറ് ഭയങ്കര ചിരിക്കുക ചെയ്യുന്ന ആൾ ഭയങ്കര ചിരി ഇത് കേട്ടിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ആർക്കും പറ്റാവുന്ന മിസ്റ്റേക്കാണ്, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ അങ്ങനെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ എന്തിനേയും മാനേജ് ചെയ്യുന്ന ഒരാൾ. ഒരുപക്ഷെ അജ്മൽ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള ഓഫറുകൾ എന്ന് പറയുന്നത് അത്രയധികമാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇല്ല, പോകുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്കുള്ളിൽ ഉണ്ടാവാനുള്ള കാരണം അജ്മൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നീട് അവസാനം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കിടയിലേക്ക് മാറിയാലോ എന്നുള്ള ഒരു ആലോചന എനിക്കുള്ളിൽ വന്നപ്പോൾ പോലും അവസാന നിമിഷം എനിക്ക് അതിൽ കൈ വിറച്ചു എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു സ്പേസ് വിട്ടിട്ട് എനിക്ക് പോവാൻ പറ്റാതെയായി. ഇന്നലെ ഞാൻ XNYയിൽ നിന്ന് ഞാനൊരു ചെറിയ ലീവിലാണ്, അല്ലാതെ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുന്നതൊന്നുമല്ല, ഒരു ചെറിയ ലീവിലാണ്. അപ്പോൾ ഇങ്ങനെ ലീവിലാണ് എന്നുള്ള ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം പോലും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് അതിനേക്കാൾ അവിടെ എത്രയാണോ തരുന്നത് അതിൻ്റെ ഒരു ഡബിളല്ല, അതിൻ്റെയും ഡബിൾ, അതായത് 2x നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് കോഴിക്കോട് തന്നെയുള്ളൊരു ടീമാണ്, ഒരു കമ്പനിയാണ്. അപ്പം ആഷിക വരുമോ എന്നുള്ള രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് നോ പറയാൻ പറ്റാത്തൊരാളായിരുന്നു. എന്നിട്ടും അത് പറ്റില്ല, കാരണം ഞാൻ അവിടെ നിന്ന് ലീവ് ചെയ്തതല്ല, ഞാനൊരു ചെറിയ ലീവ് എടുത്തത് മാത്രമാണ് എന്ന് പറയാൻ എന്നെ പ്രാപ്തമാക്കുന്നത്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിനെ തോന്നിപ്പിക്കുന്നത് അജ്മൽ സാർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്പേസാണ്. എത്ര നേരം വൈകി കയറി ചെല്ലുമ്പോഴും നമുക്കൊരു റീസൺ അവിടെ ഉണ്ടെങ്കിൽ അതിൽ നെഞ്ചിടിക്കാതെ കയറി ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് കേൾക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ, എന്തൊരാവശ്യത്തിനും ഏറ്റവും മനോഹരമായിട്ട് അതിനെ കാണുന്ന ഒരാൾ, ഓരോ പ്രോഗ്രാംസിൻ്റെ കാര്യത്തിനും അല്ലെങ്കിൽ എന്താവശ്യങ്ങൾക്കാണെങ്കിലും അത് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഒരു നോ എന്നുള്ളൊരു വാക്കിന് സ്കോപ്പില്ലാത്ത ഒരാൾ. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് അജ്മൽ സാർ എന്ന എഡ്യൂക്കേറ്ററുടെ അപ്പുറം, അല്ലെങ്കിൽ അജ്മൽ സാർ എന്ന സെലിബ്രിറ്റിയുടെ അപ്പുറം, ഇതിനേക്കാളെല്ലാം അപ്പുറം എനിക്ക് അജ്മൽ സാർ എന്ന ബോസ് ഏറ്റവും ഫേവറേറ്റ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ റോളുകൾക്കപ്പുറവും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത് XNYയുടെ CEO എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ എംപ്ലോയീസിനെ ഏറ്റവും മനോഹരമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അദ്ദേഹം മറ്റെന്തിനേക്കാളും ഉപരി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.